അപ്പൊ ഗൈസ് വെൽക്കം ടു ലൈൻ കട്ട് റൗണ്ട് ടേബിൾ. അതെ, എന്റെ ആണ് അവസ്ഥ. ഞാൻ മറ്റേ കർത്താവ് ഇരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്, വലതുവശത്തും ഇടതുവശത്തും മാറിപ്പോയ. എന്തായാലും എങ്ങനെയുണ്ടായിരുന്നു റീ എൻട്രി? അടിപൊളി, പൊളിയായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു റീ എൻട്രി. അത്രേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടാണോ റീ എൻട്രിക്ക് പോയത്? നിങ്ങളൊക്കെ ഞങ്ങൾ റീ എൻട്രിക്ക് പോയി മുമ്പ് ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ ചെയ്യും അല്ലെങ്കിൽ പറയും, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരുന്നോ പോയത്? ശരിക്കും ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. എനിക്ക് അവിടെ ഇനീഷ്യലി കുറച്ച് ടഫ് ആയിരുന്നു. ഞാൻ ഡോക്ടർ എന്ന് വിളിക്കുക കുറച്ച് സീരിയസ് ആയിരുന്നു. പക്ഷെ ഐ എം നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് സീരിയസ്. കുറച്ച് ഫൺ പേഴ്സൺ ആണ്. അപ്പൊ അത് എനിക്ക് ഫ്രീ ആയി, മീൻസ് കുറച്ചുകൂടെ ഫ്രീ ആയി, മീൻസ് ആ ഒരു സംഭവം തലേന്ന് പോയി. അപ്പൊ കുറച്ചുകൂടെ എല്ലാവരുമായിട്ട് ഒരു ഹാപ്പി മൊമെന്റ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോയത്. അത് എനിക്ക് തോന്നുന്നു ഞാൻ കുറെ എൻജോയ് ചെയ്തു റീ എൻട്രി. ഫോർ മീ റീ എൻട്രി ഈസ് ലൈക്ക് നമ്മൾക്ക് ഈ സ്കൂളും കോളേജിലെ റീയൂണിയൻ ഉണ്ടാവില്ലേ, നമ്മൾ കുറെ വർഷങ്ങളായിട്ട് ഒരുമിച്ച് കാണും. എത്ര വർഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ എവിടെയോ ആ ഒരു മെമ്മറി പോലെ എല്ലാം ഫൈറ്റ്സ് എല്ലാം മറന്ന് എല്ലാം എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന സമയം ആണ് ഈ എക്സാക്ട്ലി മൈ പോയിന്റ്. റീ എൻട്രി ആ ഒരു ഫീലിംഗ് ആയിരുന്നു നമുക്ക് എല്ലാവർക്കും. സാബുവിന്റെ അടുത്ത് ഞാൻ റീ എൻട്രി എന്ന് ചോദിക്കുന്നില്ല, റീ എൻട്രി ആവാനുള്ള സമയം ആയില്ല. എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. 2 ദിവസം ഒരു ബ്രേക്ക് എടുത്തിട്ട് പിന്നെ തിരിച്ച് കയറിയതുപോലെ, പക്ഷെ ബാക്കി എല്ലാവരും തിരിച്ചെത്തി. അങ്ങനെ വീണ്ടും ഒരു കല്യാണം. നമ്മുടെ ഒരു എന്താ പറയാ, ഒൺലി ഒബ്ജക്റ്റീവ് വാസ് അവിടെ ഉള്ള 7 പേരെ പമ്പ് ചെയ്യുക, ലൈക്ക് അവരെ ഫൈനൽസിലേക്ക് പോകാനുള്ള മോട്ടിവേഷൻ കൊടുത്തു വന്നിട്ട്. പിന്നെ ഞാൻ മാക്സിമം ലൈക്ക് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു എന്താ പറയാ, ഇവരെല്ലാം ഫ്രണ്ട്സ് ആണ്. സോ ആര് ജയിച്ചാലും നമുക്ക് ഒരേപോലെയാണ്. സോ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, പമ്പ് ചെയ്യുക. അവർ ഡൗൺ ആണ്, കുറച്ച് ലോ ആണെങ്കിൽ ജസ്റ്റ് പുഷ് ദം ടു ദ ഗോൾ, അത്രേ ഉള്ളൂ. ഓൾറൈറ്റ്. അപ്പം ഇപ്പോൾ നമ്മൾ ഓരോ ആഴ്ചകളിലായിട്ട് എവിക്റ്റ് ആയി പോയവരാണല്ലോ നിങ്ങളെല്ലാവരും. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം അകത്ത് നമ്മളൊരു ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, എല്ലാവർക്കും ഓരോ ഗോൾ ഉണ്ടായിരുന്നു അല്ലേ ബിഗ് ബോസ് ഹൗസിൽ പോകാൻ നേരത്തെ. അപ്പം എങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ് നമ്മളിത് ബിഗ് ബോസിൽ നിന്ന് ഇത് തിരിച്ച് എഫക്റ്റ് ആയി നാട്ടിൽ ചെന്നപ്പം എന്തായിരുന്നു ഒരവസ്ഥ? ലൈഫ് ആഫ്റ്റർ ബിഗ് ബോസ് അല്ലെങ്കിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഹൗ വാസ് ഇറ്റ്? ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാര്യം ഒരുപാട് പേര് ഇറങ്ങിയപ്പോൾ കുറെ നെഗറ്റീവ്സ് കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ അല്ല, കുറെ പ്രശ്നങ്ങൾ, സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ നേരിടുന്ന നമ്മുടെ കണ്ടസ്റ്റൻസ് തന്നെയുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. കാര്യം ഭയങ്കര സ്നേഹം കിട്ടുന്നു എല്ലായിടത്തു നിന്നും. പിന്നെ കുറെ കുട്ടി ഫാൻസ്, ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ പറ്റിച്ചൊന്നുമല്ല, ജെന്യുവൻ ഫാൻസ് ആണ്. എന്താണ് അഞ്ജന കുട്ടി ഫാൻസ് പറ്റിക്കുന്നു എന്നൊക്കെ അല്ല, സീരിയസ്ലി കുറെ കുഞ്ഞുങ്ങള്, പിന്നെ കുറെ അമ്മമാരെ പറ്റിക്കാൻ എളുപ്പമല്ല. അതെ, അതുകൊണ്ട് കുറെ അമ്മമാര്, കുറെ അതായത് ഏജ് വ്യത്യാസം ഇല്ലാതെ കുറെ പേരെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷമാണ്, ഹാപ്പിയാണ്. പുതിയ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് മുന്നേ വന്ന് നിൽപ്പുണ്ട്. അത് സെറ്റാകുമ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഒക്കെ അറിയിക്കും. തീർച്ചയായിട്ടും നമ്മൾ വെയിറ്റ് ചെയ്യണം. ഞാൻ ഇപ്പുറത്ത് ചോദിക്കട്ടെ, റേന അടുത്ത് ചോദിക്കട്ടെ. സോ 1 വീക്ക് ഒരു ഷോക്കായിരുന്നു, ഉറങ്ങല് തിന്നല് ആ ഒരു ഇതായിട്ട് പോയി. അതാണ് ശോകം. ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ ഭയങ്കര ഒരു തീരെ പ്രൊഡക്റ്റീവ് അല്ലായിരുന്നു. പിന്നെ പുറത്തിറങ്ങിയപ്പോ പൊതുവെ ഇതിന്റെ മുന്നൊക്കെ ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ ചെറിയ കുട്ടികളൊക്കെ തിരിച്ചറിയായിരുന്നു. പക്ഷെ ഇത് പിന്നെ വലിയ അമ്മമാരൊക്കെ, ചേച്ചിമാര്, ചേട്ടന്മാരൊക്കെ വന്നിട്ട് പിന്നെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ചില ആൾക്കാർ പറഞ്ഞു നീ വന്നത് നന്നായി, നിന്റെ ചീവിടിന്റെ സൗണ്ട് ഇല്ലാത്തതിനെ കൂടെ ഇപ്പൊ നമുക്ക് കാണാൻ ഒരു സുഖം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും മിക്സഡ് നല്ല റെസ്പോൺസും ഉണ്ടായിരുന്നു. ലൈക്ക് കുറച്ച് നെഗറ്റീവ് ഉണ്ടായിരുന്നു, കുറെ പോസിറ്റീവ് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഹാപ്പി ആയിരുന്നു. ജിസേലാണ് പറയേണ്ടത്. നമുക്ക് we would love to hear it from you. I got so much love that I'm overwhelmed, especially with all the ladies. It was Neham, like when I went to Kerala, like people cried and all that. So I was like, wow. മലയാളികളുടെ മനസ്സ്, especially these young girls, they relate to me because പുറത്തിറങ്ങിയപ്പോ എനിക്ക് തല്ലുവിട്ടെന്നുള്ള അവസ്ഥയായിരുന്നു. എവ്രിബഡി വാസ് ലൈക്ക് അൺഫെയർ എവിക്ഷൻ. എന്തിനാണ് ജിസേലിനെ വിട്ടത്, തിരിച്ചു കേറ്റു. So much love, seriously. ഞാൻ honestly enter ചെയ്യാൻ നേരത്ത് very casually I entered, like it's just another reality show for me, but I never thought this much love I'll get in Kerala, and just മനസ്സ്, എന്റെ മമ്മി ഹാപ്പിയാണ്. കേരളക്കര ഏറ്റെടുത്തു ജിസേലിനെ. ആര് എന്തായിരുന്നു കൊട്ടും പാട്ടും ബഹളവും ചെണ്ടമേളവും? ഭയങ്കര ഹാപ്പി ആയിരുന്നു. 23 വയസ്സുള്ള ഞാൻ അതിലും ചെറിയ കൊച്ചു ഇവിടെ ഇരിക്കുന്നുണ്ട്. 23 വിട്ടുപിടിക്കുക.
63 വയസ്സുള്ള ഞാൻ. അതും പറയണ്ട, വയസ്സ് വിടായിരുന്നു, അതിലും ചെറിയ കുട്ടി ഇവിടെ ഇരിക്കുന്നു. വയസ്സ് എൻ്റെ ഒരു ഐഡന്റിറ്റിയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പോൾ ഐ ഫീൽ ഏജ് ഇസ് സംതിങ് വിച്ച് ഡെഫിനറ്റ്ലി ഗിവ്സ് യു മോർ എക്സ്പീരിയൻസ്, ലെസ് എക്സ്പീരിയൻസ് as well. So 23 years ഉള്ള ഞാൻ ഇങ്ങനെ വലിയൊരു പ്ലാറ്റ്ഫോം വരുമ്പോൾ ഐ എം വെരി ഹാപ്പി. ഡെഫിനറ്റ്ലി ഐ വാസ് വെരി ഹാപ്പി വെൻ ഐ കെയിം. ഐ സോ ദ ക്രൗഡ്, എല്ലാവരും കണ്ടു, എല്ലാവരുടെ എനിക്ക് വേണ്ടി സ്നേഹം ഞാൻ കണ്ടു. പക്ഷേ എവിടെയോ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല, ടു ബി ഓണസ്റ്റ്. ബിക്കോസ് ഞങ്ങൾ ഈ ഒരു ജേർണി തുടങ്ങിയപ്പോൾ ഐ തിങ്ക് ഈ കപ്പ് എടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഐ വാണ്ട് ടു ബി വൺ ഓഫ് ദ ഫൈനലിസ്റ്റ്. Yeah, so I was very happy that I got love, but yet not satisfied because I was not a winner. Definitely. So that's the answer for how you felt after you got out. അവിടെ ഞാൻ ചോദിക്കുന്നില്ല, ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റാതെ റീ എൻട്രി ഉടനെ ആയിരുന്നു, അതുകൊണ്ട് പിന്നെ എന്തിനാ ഇറങ്ങി പോയേ എന്നുള്ളൊരു. അത് എന്ത് ചെയ്യാനാ, എനിക്ക് പിന്നെ നാട്ടിൽ പോയി ഇതുവരെ പറ്റിയില്ല, ഇനി പോയിട്ട് വേണം. നാട്ടിൽ നിന്ന് ഫോണും. അതെ ഭയങ്കര ഓവർവെൽമിങ് റെസ്പോൺസസ് ഒക്കെ. എന്തായിരുന്നു ഏറ്റവും അടിപൊളി, ഏറ്റവും നല്ല റെസ്പോൺസ് അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു അക്സെപ്റ്റൻസ് എന്താ കിട്ടിയത്? എന്ന് പറഞ്ഞാ എന്നോട് കുറെ പേർക്ക് ഭയങ്കര സിമ്പതി തോന്നി. എന്നെ പോലെ ഒരു മനുഷ്യൻ എങ്ങനെ ബിഗ് ബോസിൽ ഇത്രയും കാലം ഇത്രയും ജെന്യൂൻ ആയിട്ട് നമ്മളെ കൂളൊന്നും കളയാതെ അവിടെ തന്നെ. ബാക്കിയുള്ളവരാരും ജെന്യൂൻ അല്ല എന്നാണ്. അയ്യോ 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 സോറി, ജെന്യൂൻ എന്നുള്ള കാര്യമല്ല, നമ്മളെല്ലാവരും ജെന്യൂൻ ആയിട്ട് കളിച്ചു. പക്ഷെ ഞാൻ പൊതുവെ കുറച്ചുകൂടെ ഒരു കൂൾ ഹെഡഡ് ഒരു മനുഷ്യനാണ്. ഇവിടെ ഒനിലിനെ കണ്ടിട്ടോ ശൈത്യനെ കണ്ടിട്ടോ ഒക്കെ ജെന്യൂൻ അല്ല. അതല്ല, എന്റെ ടെമ്പർ പോയില്ല അവിടെ പോയിട്ട്, മനസ്സിലല്ല. അപ്പൊ ഞാൻ ആ കൂൾ ആറ്റിറ്റ്യൂഡ് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്തോണ്ട് അവസാനമായപ്പോ ഒരാഴ്ച രണ്ട് മുട്ട കിട്ടാത്തതിന് ഈ വൈൽഡ് കാർഡ്സ് മൊത്തം ഇങ്ങനെ ഭയങ്കര സ്പോയിൽഡ് ആണ്. കാരണം അവർക്ക് ആ ഫസ്റ്റ് മാസം പണിപ്പുര കിട്ടിയില്ലല്ലോ, അപ്പൊ ആ പണി കിട്ടാത്ത കാരണം ഭയങ്കര സ്പോയിൽഡ് ആണ് വൈൽഡ് കാർഡ്സ് മൊത്തം. അതല്ല അച്ഛന് എന്തോ ലാലേട്ടൻ പറഞ്ഞല്ലോ, ഒരു പ്രഷർ കുക്കർ പോലെയാണെന്ന്. അപ്പം എല്ലാം കൂടെ പതുക്കെ പതുക്കെ എനിക്കിങ്ങനെ പ്രഷർ കയറി വന്നു. അപ്പം ചെറിയ മുട്ടേന്റെ കാര്യത്തിൽ പോലും ഞാൻ അടിയുണ്ടാക്കി. ഒരു 2 ദിവസം കൂടെ നിന്നിരുന്നെങ്കിൽ എന്താവും? അതാണ് ഇവരുടെ ഭാഗ്യം. FC boy is Fort Cochin boy, as you know. So എന്റെ നാട്ടിൽ എനിക്ക് കിട്ടുന്ന സ്നേഹം, കൊച്ചി മട്ടാഞ്ചേരി ഇവിടെ കിട്ടുന്ന സ്നേഹം ഇസ് ടു മച്ച്. ഇപ്പൊ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാര് നമുക്കൊരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടല്ലോ ഫോർട്ട് കൊച്ചിക്കാർക്ക്, ലൈക്ക് നമ്മള് ഫ്രീക്കനാണ്, അല്ലെങ്കിൽ ഗാങ്സ്റ്റർ ആണ്, അല്ലെങ്കിൽ യുനോ സം ഇങ്ങനത്തെ ഒരു സം ഡിപെൻഡൻസി. ഗാങ്സ് അല്ല, ഇത് നമ്മുടെ സ്റ്റീരിയോ ടൈപ്പ് ആണ് യൂഷ്വലി. സോ അപ്പൊ ഈ ബിഗ് ബോസിൽ വന്നപ്പോഴത്തേക്കും സോ ദി സ്പിരിറ്റ് ഓഫ് കൊച്ചി എന്നുള്ള ഒരു വേറൊരു കാര്യമുണ്ട്. ആ ഒരു സംഭവം നന്നായിട്ട് കാണിക്കാൻ പറ്റി എന്നുള്ളത് നാട്ടുകാർക്ക്, അവിടെ ഉള്ള നാട്ടുകാർക്ക് തോന്നി. അപ്പൊ എനിക്ക് കുറച്ച് സ്വീകരണങ്ങളൊക്കെ കിട്ടി. സോ യൂഷ്വലി എന്റെ ലോക്കൽ ഏരിയ സ്വീകരണം കിട്ടി, പിന്നെ MLA ഒക്കെ സ്വീകരണം കിട്ടി, അങ്ങനെ കുറെ കാര്യങ്ങൾ കിട്ടി. സോ ഐ ഫീൽ വെരി പ്രൗഡ് ദാറ്റ് ഐ വാസ് ഹിയർ. അപ്പൊ അങ്ങനെ ഞാൻ ഐ ഗോട്ട് എ ന്യൂ ടാറ്റു ഓൾസോ, നമ്മുടെ ബിഗ് ബോസിന്റെ ലോഗോ. സോ സ്വീകരണം അടിപൊളിയാണ്. ഞാൻ എയർപോർട്ടിൽ വന്നപ്പോൾ ഐ ഗോട്ട് മോബ്ഡ്, നിറച്ചു ആളുണ്ടായിരുന്നു. അപ്പൊ ഇറ്റ്സ് ന്യൂ ഫോർ മീ, എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഇറ്റ്സ് എൻ ഓവർവെൽമിങ് എക്സ്പീരിയൻസ്. നമ്മൾ വീട്ടിലേക്കൊക്കെ ഫോളോ ചെയ്ത് ആൾക്കാര്, അവിടെ എന്റെ മമ്മിയും അല്ലെങ്കിൽ അനിയനെയും ഒക്കെ ഡാഡിനെയൊക്കെ കാണുന്നതിന് മുമ്പ് തന്നെ ആൾക്കാര് എടുത്തു അങ്ങനെ. അപ്പൊ അതുകൊണ്ട് നമ്മള് ലൈക് ടു മച്ച് സ്ട്രെസ്സിൽ വന്നിട്ട് ഇവര് കുറെ ബൈറ്റൊക്കെ എടുത്ത്, അത് കാരണം നല്ല അടിപൊളിയായിട്ട് സൈബർ ബുള്ളിയും കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് എന്താ പറയാ, ഐ വാസ് അത് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. നമുക്ക് കിട്ടുന്ന ഒരു ലവ് ഉണ്ടല്ലോ നാട്ടില്, പുറത്തിറങ്ങി നടക്കുമ്പോൾ കിട്ടുന്ന ആളുകളുടെ സ്നേഹം, അത് നമുക്ക് വേറെ കിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഈ പ്ലാറ്റ്ഫോം, ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ദിസ് പ്ലാറ്റ്ഫോം. അവിടെ നിന്ന് ഇറങ്ങിയ കാരണമാണ് അത്രയും സ്നേഹം കിട്ടുന്നത്. യൂഷ്വലി ഇപ്പൊ നമ്മളവിടെ എപ്പോഴും നടക്കുന്ന ആളാണ്, പക്ഷെ ഇപ്പൊ എങ്ങനെ പറഞ്ഞാൽ FC ബോയ് എന്നുള്ളൊരു ഇതുണ്ട്, അത് കുറച്ചു പേർക്ക് അറിയുള്ളൂ. ഇപ്പൊ ഒനീൽ എന്നും പറഞ്ഞുള്ള വിളി വരും എല്ലായിടത്തും. ഒന്നല്ല, ഒനീൽ എന്ന് പറയാൻ മലയാളികൾ പഠിച്ചു. അതെ അതെ, തുടക്കത്തിൽ നമുക്ക് ഒനിയനായിരുന്നു, പല പല പേരായിരുന്നു. അത് വിവരദോഷികൾ ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ എന്താ അതിന്റെ പേര്, അത് അത് അങ്ങനെ കാര്യമൊന്നുമില്ല. നമ്മള് ഇപ്പൊ ആൾക്കാര് നല്ല ഈസി ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്താണ് പുറത്തെ അവസ്ഥ, അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെയാണ് എന്നെ കണ്ടിട്ടുള്ളതെന്ന് അറിയാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ കുറേ എൻ്റെ ഫാൻസ് എനിക്ക് തോന്നുന്നു കുറേ അമ്മമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികള് ഞാൻ ഫസ്റ്റിൽ തന്നെ ഗുരുവായൂർ പോയി. അപ്പൊ ആ സമയത്ത് കുറെ അമ്മമാര് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് മോളെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അടിപൊളിയായിട്ട് ഗെയിം കളിച്ചു എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് തോന്നിയെന്ന് വെച്ചാൽ, ഞാൻ കുറെ വർഷമായിട്ട് ചാനലിലുണ്ടെങ്കിൽ പോലും ശൈത്യ എന്നുള്ളൊരു പേര് രജിസ്റ്റർ ആയിട്ടില്ലായിരുന്നു. ആൾക്കാർക്ക്
ഓർത്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എവിടെ പോയാലും ശൈത്യ പോകുന്നു അതെനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു ഹാപ്പി മൊമെന്റ് ആയിരുന്നു. കുറച്ചും കൂടെ ഉറക്കെ പറ, ഞാൻ കേക്കട്ടെ എന്നൊക്കെ. അടിപൊളി. ഇപ്പൊ എനിക്കൊന്ന് ഒനീലാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ ഇവിടുന്ന് തുടങ്ങും. ഒനീൽ വാസ് ടോക്കിംഗ് അബൌട്ട് സൈബർ ബുള്ളിങ് അല്ലെ? പുറത്തിറങ്ങി ഒരുപാട് ലൈക്ക് സോഷ്യൽ മീഡിയ പല തരത്തിലാണല്ലോ നമ്മൾ എടുക്കുന്നത്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ സൈബർ ബുള്ളിങ്. ഐ മീൻ ഹൗ വാസ് ഇറ്റ്? ഐ മീൻ അത് ഏത് രീതിയിലായിരുന്നു? ഇറ്റ്സ് ഫൺ യൂഷ്വലി. കാരണം ഞാനാണ് യൂഷ്വലി ബുള്ളി. അപ്പൊ ഈ പറഞ്ഞ പോലെ യൂഷ്വലി ഞാനാ ബുള്ളി. ഞാനാണ് പണ്ട് ആൾക്കാരൊക്കെ റോസ്റ്റ് ചെയ്തിരുന്ന ആള്. റോസ്റ്റ് ചെയ്യൂ. അപ്പൊ ഇപ്പൊ എന്നെ ആൾക്കാർ റോസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ലൈക്ക് ഡയറക്ട്ലി ആരും വന്ന് ചെയ്യാറില്ല. ഇറ്റ്സ് ലൈക്ക് ജസ്റ്റ് കമന്റ്സ്. യുനോ ഈ കമന്റ് സെക്ഷൻസിലുള്ള ലൈക്ക് ഭയങ്കര അൺഅക്കൗണ്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ വന്ന് ചെയ്യുന്നത് വി ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. കാരണം നമ്മളിപ്പോ എന്താ പറയാ, ഇപ്പൊ ബിഗ് ബോസിൽ നമ്മൾ ഗെയിം കളിച്ചു, നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് മെന്റൽ സ്ട്രെസ്സിൽ ഒരുപാട് ആൾക്കാരുടെ ഈ എന്താ പറയാ മൈൻഡിലൂടെ അകത്ത് കയറിയിരുന്നിട്ട് നമ്മൾ ചിന്തിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വി ഡോണ്ട് നീഡ് ടു വാലിഡേറ്റ് ഓൾ ദിസ്. സൈബർ ബുള്ളിങ് ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഈ പറഞ്ഞ പോലെ അത് ഒരു എന്താ പറയാ, അത് ഇറ്റ് ഡസന്റ് റീച്ച് യു ടു ദി എക്സ്റ്റെന്റ് ദാറ്റ് യു ആർ നമ്മള് ഒരു ഗെയിം കളിച്ച് ഇറങ്ങിയാണ്. അങ്ങനൊന്നുമില്ല. വിളിച്ചതിന്റെ ഒരു പുച്ഛാണ്. അല്ല, ഞാൻ റെനെ പറയല്ല, ഒനിയൻ എന്ന് വിളിക്കുന്ന ആൾക്കാരെ പൊതുവേ എന്ന് പറഞ്ഞാൽ അതെനിക്കറിയില്ല. ഞാൻ ഒരിക്കലും ഓണിയെന്ന് വിളിച്ചില്ല. ഇല്ല, വിളിച്ചിട്ടില്ലല്ലോ. റെനെ വിളിച്ചിട്ടില്ല. അപ്പൊ പിന്നെ റെനെ അപ്ലിക്കബിൾ അല്ല. സോ ഞാൻ പറഞ്ഞ ഇത് സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് ഇപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്നത്. സോ യൂഷ്വലി അപ്പൊ ആ ഒരു സംഭവം യു ക്യാൻ ട്രൈ ടു ബുള്ളി മീ, ഐ വോണ്ട് ഗെറ്റ് ബുള്ളിഡ്, അത്രേ ഉള്ളൂ. ഞാനത് അങ്ങനെ എടുത്തിട്ടുള്ളൂ. സാബുവിന് ആരെങ്കിലും സൈബർ ബുള്ളി ചെയ്തോ? ഞാൻ നോക്കി. അയ്യോ എന്ത് പറയാനാ, ഞാൻ ചിരിച്ചോണ്ടിരുന്നു. ഇതല്ലേ തമാശ. എന്താ പറഞ്ഞ ആൾക്കാർ? എന്തിനാ? അല്ല, അവൻ ചിരിച്ചോണ്ട് എങ്ങനെ അവൻ ലോട്ടറി എടുക്കണമെന്നോ എന്തൊക്കെയോ. അതൊക്കെ ബുള്ളിങ് ആണ്. എന്നിട്ട് ഓരോരുത്തർ എവിക്റ്റ് ആയി പോകുമ്പോ എന്നെ വെച്ച് എന്ത് ഈ 5 സ്റ്റാർ ആൻഡ് ഇത് ഇങ്ങനെയൊക്കെ കൊച്ചു കാര്യങ്ങളൊക്കെ ഉള്ളു. ചിരിച്ചല്ലേ ചെയ്തുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. പിന്നെ എന്നെ എന്തോ മര വാഴ എന്നുള്ള വാക്കുകളൊക്കെ കണ്ട്. അതും പിന്നെ കൊറേ ഇവിടെ ഇരുന്ന എന്റെ കൂടെ ഇരുന്ന പലരും ആരൊക്കെ പറഞ്ഞു. സത്യമേ പറയുള്ളൂ കേട്ടോ. എന്ന് ഞാൻ സത്യം പറയട്ടെ, ഈ അപ്പുറത്തിരിക്കുന്ന പലരുമാണ് അത് പറഞ്ഞത്. ഞാൻ ഇവിടെ പലരോടും എന്റെ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ആര് പോണായിരുന്നു മുമ്പ്, അല്ലെങ്കിൽ ഇപ്പൊ എല്ലാരും പറയുള്ളൂ ഞാൻ എന്നെക്കാളും മുമ്പ് ആരെങ്കിലും, അവരൊക്കെ പറഞ്ഞിട്ടുള്ള പേരാണ്. നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അഞ്ജന, പറയാനുള്ളവർ പറഞ്ഞോളൂ, അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ കണ്ടു ഇങ്ങനെ കുറെ പേര് പറയുന്നു, അതിന്റെ താഴെ കമന്റ്സ് ഫുൾ എന്നെ സപ്പോർട്ട് ചെയ്തു. ഞാൻ പോലും പറഞ്ഞില്ല ഇത്ര സപ്പോർട്ട് എനിക്കുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആവാറുണ്ട്. പിന്നെ കുറെ യൂട്യൂബറും എനിക്ക് അറിഞ്ഞൂടാ, കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ എനിക്ക് അറിഞ്ഞൂടാ, എന്നെ വെച്ച് കോണ്ടന്റ് ഉണ്ടാകും, ഇങ്ങനെ സൗമാൻ ഇവിടം വരെ എത്തിയെന്നെല്ലാം പറഞ്ഞ്. പക്ഷെ അതാണ് അവരോട് ഒന്ന് ഇത് ചെയ്യാൻ പറ. അല്ലേ അതാണ് സത്യം. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു ആര്യൻ? ഉണ്ടായിരുന്നു. അത് ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. അത് ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ പോലെ കുറെ ആൾക്കാർ എന്റെ മദറിന്റെ അക്കൗണ്ടിലും ഐ എം ഓക്കെ വിത്ത് മീ ഫേസിങ് സൈബർ ബുള്ളിങ്, യു നോ, ലൈക് ടെലിംഗ് മീ ദാറ്റ് ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, വിച്ച് അത് എനിക്ക് പ്രശ്നമില്ല. ഐ ഡോണ്ട് കെയർ വാട്ട് പീപ്പിൾ തിങ്ക്. ബട്ട് എന്റെ പേരൻസിനോട് അല്ലെങ്കിൽ അമ്മയോ ഇനി അച്ഛനോട് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ വഴി ബുള്ളി ചെയ്യുമ്പോഴാണ് എനിക്ക് എഫക്റ്റ് ആവുന്നത്. ബിക്കോസ് ഇൻ ദി എൻഡ് ദേ ആർ മൈ പേരൻസ്. സോ അവരോട് ഇഷ്ടം പോലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് യുവർ സൺ ഇസ്, യു ഹവ് നോട്ട് ബോട്ട് അപ്പ് യുവർ സൺ ഇൻ എ വെരി ഗുഡ് വേ, യുവർ സൺ ഇസ് വെരി, യു നോ, ഇൻ എ വെരി, ഹീസ് നോട്ട് കം ഫ്രം എ ഗുഡ് ഹൗസ് ആൻഡ് ഓൾ ദാറ്റ്, സ്പോയിൽ കിഡ് ആൻഡ് ഓൾ ദാറ്റ്. അതിന് അമ്മയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണില്ല. പക്ഷെ അത് എന്തായാലും പീപ്പിൾ ടെൽ whatever they feel like. Yeah, mock videos, AI videos, morphed shit. Which is something very, you know, this is something not interesting. So this is my first experience. Like I want to mention my age again, but I'm not, because it's not good here. So for me at this age, something like that is a very, you know, a very new experience. So adellam I went through. This last week I was at home and I also received a lot of love. So I thought of, you know, watching lovely things instead of just watching shit things. I feel ee oru platform varumbo തീർച്ചയായിട്ടും even if you're a gem of a person, you'll have a lot of hatred as well, because that kind of platform it gives you hatred and it gives you love as well. Yeah, so I feel that was my experience. I didn't want my parents to, you know, go through cyberbullying. I don't mind. Yes.
ജിസേൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കുറവ് സോഷ്യൽ മീഡിയ അറ്റാക്സ് കിട്ടിയ ഒരാൾ ജിസേലാണ്. അത് ശരിയാണ്. പക്ഷെ ആ മോക്ക് വീഡിയോ എന്റെയും ഇവന്റെ ഒരു അതെനിക്ക് ഇഷ്ടപ്പെട്ടു. Otherwise I got only love. Nothing like nobody said bad thing about me. Everybody loved me. I think I came out as the most positive person. ഒരു കൈ എങ്ങനെയുണ്ടായിരുന്നു? 19 വയസ്സായിരിക്കും. 19 വയസ്സ് എന്റെ 19 അല്ല ഞാൻ ആര്യനെ പോലെ. ഓക്കെ സെയിം. ഞാൻ കേറി ഒരു 2-3 വീക്സ് ഒക്കെ ആയപ്പോ എനിക്ക് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. അത് ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത്. ആ സമയത്തൊക്കെ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇറങ്ങിയത് ഓർമ്മ ഉണ്ടാവുള്ളൂ, എല്ലാരും തൂക്കിയെടുത്ത് കൊണ്ടുപോയേനും. പക്ഷെ എന്റെ എന്തോ ഭാഗ്യത്തിന് 50 ഡേയ്സ് ആയപ്പോ ഇറങ്ങി. ആ സമയത്ത് കമ്പാരിറ്റീവ്ലി നെഗറ്റീവ് അല്ലെങ്കിൽ ഹേറ്റ്രഡ് കുറവായിരുന്നു. പക്ഷെ ലൈക്ക് പൊതുവെ ഇങ്ങനെ ലൈക്ക് ഒരു ടൈം എത്തിയപ്പം കുറഞ്ഞു വന്ന് പിന്നെ ലൈക്ക് പണിയില്ലാത്തവരെന്തും ചെയ്യല്ലോ, അത്ര ആ രീതിക്ക് കൂട്ടിയാൽ മതി. എക്സാക്ട്ലി. കം ടു മീ. എനിക്ക് എന്താ പറയാ, ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ട് എനിക്ക് ഇതിന് ഉള്ളിലേക്ക് വരുന്നതിന് മുമ്പ് ബിബിയിലേക്ക് വരുന്നതിന് മുമ്പ് പോസിറ്റീവ് ഓഡിയൻസ് ഉണ്ടായിരുന്നുള്ളൂ. സീരിയൽ റിലേറ്റഡ് ആയിട്ടുള്ള പോസിറ്റീവ് ഓഡിയൻസ് ഇരിക്കുമ്പോഴാണ് ഞാൻ അകത്തേക്ക് വരുന്നത്. അപ്പം ഐ എം എക്സ്പെക്ടിങ് ഇത് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ആണ്, നമുക്ക് എന്തായാലും ഒരു നെഗറ്റീവ് വരും, കാരണം നമ്മൾ തല്ലുപിടിക്കുന്നതല്ലേ കൂടുതലും പുറത്തൊക്കെ പോവുക. അപ്പൊ അങ്ങനെ വരുമെന്ന് വിചാരിച്ചു, അതുപോലെ തന്നെ സംഭവിച്ചു. അതിൽ പ്രതീക്ഷ ഒന്നും അങ്ങനെ തെറ്റിച്ചിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെ സംഭവിച്ചു. പിന്നെ എന്താ, പിയാഹിന്റെ കേസ് വന്നപ്പോഴാണ് കൂടുതൽ അത് റിലേറ്റഡ് ആയിട്ടാണ് എനിക്ക് കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. പിയാഹ് ഞാൻ എക്സ്പോസ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ റിലേറ്റഡ് പല ആൾക്കാർക്കും അറിയില്ല എന്താണ് പിയാഹ് എന്നുള്ളത്. അത് വെച്ചിട്ട് കുറെ ഈ ടീംസ് തന്നെ, ഈ പിയാഹിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടീംസ് തന്നെയാണ് കൂടുതൽ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യുക. ഭയങ്കര വേസ്റ്റ് കമന്റ്സ് ആണ്. പിന്നെ നമുക്കതിന് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അറിയാം, അതിൽ 95% ഫേക്ക് അക്കൗണ്ട്സ് ആണ്. അപ്പൊ അത് കണ്ടിട്ട്, ആ കമന്റ്സ് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള കുറെ ആൾക്കാരും വന്നിട്ട് പിന്നെ കമന്റ് ചെയ്യും. അപ്പം അവര് എന്താണ് ഉദ്ദേശിച്ചത് അത് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ പോയിട്ട് ഈ കണ്ട ആൾക്കാർക്കൊന്നും റിപ്ലൈ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അതല്ല എനിക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ അവരെ തിരുത്താനോ പറ്റില്ല. ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു, ഞാൻ എന്റേതായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അതിൽ നിന്നൊരു സൈബർ ബുള്ളിങ് എനിക്ക് ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്, പലർക്കും പല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ആൾക്കാർക്ക് നമ്മൾ റിപ്ലൈ കൊടുത്താലും അവരെ ഒന്നും ആരും അറിയില്ല. മാങ്ങയുള്ള മാവിലെ കല്ലേറ് കിട്ടുമെന്ന് പറയുന്ന പോലെ നമുക്കൊരു റീച്ച് ഉണ്ട്, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ആ റീച്ച് ഉള്ളത് കൊണ്ടാണ് അവർ നമ്മളെ പറ്റി സംസാരിക്കുന്നതും വന്ന് കമന്റ് ബോക്സിൽ കമന്റ് ഇടുന്നതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ആ റീച്ച് എന്തായാലും കിട്ടിയിട്ടുണ്ട്. PR-ൽ നിന്നും എനിക്ക് PR ചെയ്യാതെയും കുറെ റീച്ച് കിട്ടിയിട്ടുണ്ട്. കുറച്ചാള് കഴിഞ്ഞാൽ ഇവരെ അറിയാം എന്നേ ഉള്ളൂ, അത് എങ്ങനെ അറിയാം എന്നുള്ളത് പോലും ആർക്കും നമുക്ക് വാലിഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഓൺലൈനുള്ള ഫേക്ക് ഐഡീസ് ഒക്കെ നമുക്ക് കിട്ടുന്ന ലവ് റിയൽ ആണ്, അത് മാത്രം കൺസിഡർ ചെയ്താൽ. ഈ നേരത്തെ പറഞ്ഞ പോലെ കുറെ സംഭവങ്ങളുണ്ടായി അകത്ത് അല്ലെ, നല്ലതും ചീത്തയും മഴക്കും സന്തോഷവും ഫ്രണ്ട്ഷിപ്പ് എല്ലാം. Is there any regrets that you guys are keeping inside? Like എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്, എനിക്കിത് പറഞ്ഞു അവസാനിപ്പിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ I should talk about this, അങ്ങനെ എന്തെങ്കിലും റിഗ്രറ്റ്സ് ഉണ്ടോ? അപ്പൊ നമ്മളിപ്പോ റീഎൻട്രി ചെയ്തില്ലേ, റീഎൻട്രി ചെയ്തിട്ട് you should have seen the love നമ്മള് amongst contestants. അതിൽ തന്നെ ഇത് പ്രകടമാണ്, വ്യക്തമാണ്. അതായത് ഞങ്ങൾ തമ്മില് തുല്യ ദുഃഖിതരാണ്, ഞങ്ങൾ ഒരുമിച്ച് അനുഭവിച്ചാണ് 7ന്റെ പണി. എനിക്ക് തോന്നുന്നില്ല ഈ സീസണിലെ ഒരാൾ പോലും ഈ പറഞ്ഞ പോലെ, ഓഫ് കോഴ്സ് ദർ ഇസ് സർട്ടൻ പീപ്പിൾ നമ്മൾ ചിലപ്പോൾ കണക്ട് ആവില്ല, പക്ഷെ എന്നാലും അത് ലൈക്ക് നമ്മൾ അവിടെ ഒന്നും റിഗ്രറ്റ് ചെയ്യുന്നില്ല. അവിടെ ചെയ്തതെല്ലാം അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാം ഹേറ്റഡും കാര്യങ്ങളും എന്തൊക്കെ അവിടെ തന്നെ ഇട്ടിട്ട് പോകുന്നിരിക്കുകയാണ്. കാരണം വെച്ചാൽ നമുക്കതിന്റെ ആവശ്യമില്ല. നമ്മളിപ്പോ ഇൻ ലൈക്ക് റിയൽ ലൈഫ് നമ്മളെല്ലാവരും കണക്ട് ചെയ്തു, മീറ്റ് ചെയ്തു, ഫ്രണ്ട്സ് ആണ്, and we planning things to do together. അതൊക്കെയാണ്. അപ്പൊ സോ we are happy. സീസൺ 7 എല്ലാരും we are happy. പിന്നെ എല്ലാരും ഒനിയിൽ പറഞ്ഞ പോലെ ഹാപ്പിയാണ്. പക്ഷെ ഞാൻ എൻ്റെ എവിക്ഷൻ്റെ ഡേയുടെ അന്ന് ഒരു റിഗ്രറ്റുമായിട്ടാണ് ഇറങ്ങിയത്. കാര്യം ഞാൻ എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്ത് ഒരുപോലെ സ്നേഹിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ ഇറങ്ങുന്ന ദിവസം രണ്ട് വ്യക്തികളുടെ അടുത്ത്
എനിക്ക് എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നു എന്തൊക്കെയോ പ്രശ്നം ഉള്ളതുപോലെ. ആരാ രണ്ട് വ്യക്തികള്? ആ 2 വ്യക്തികളുടെ അടുത്ത് ഓപ്പൺലി ഞാൻ ഇപ്പൊ സോറി പറയാണ്. ആര്യന്റെ അടുത്തും ജിസേലിന്റെ അടുത്തും. അത് എന്തെങ്കിലും ഒരു ഇഷ്യൂ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ 2 പേരുടെ അടുത്തും ഈ നിമിഷം ഞാൻ സോറി. ഞാൻ 2 പേർക്കും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഒന്നുകൂടെ പറയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ തീരുകയാണ്. സോറി ഗൈസ്. ഒരുപാട് നിങ്ങളെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഇഷ്ടപ്പെടുന്നു, എൻജോയ് ചെയ്യുന്നു. ഇനി ലൈഫ് ലോങ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. സോ ഇപ്പൊ പറയാണ്. താങ്ക് യു സോ മച്ച്. സോറി. No worries, man. ഇനി ആർക്കെങ്കിലും ഉണ്ടോ എന്തെങ്കിലും പീസ് ടോക്സ് ഓർ റിഗ്രറ്റിംഗ്? ഇപ്പം അനീഷിന്റെ കാര്യം തന്നെ എനിക്ക് ഷോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കുറച്ചൊക്കെ അനീഷുമായിട്ടൊരു സംസാരം കുറച്ച് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എവിക്റ്റ് ആയി പോയതിനു ശേഷം തിരിച്ചു വരുമ്പോൾ ഞാൻ അത് ക്ലാരിറ്റി വരുത്തണം, അല്ലെങ്കിൽ കുറച്ച് അവനുമായിട്ട് കുറച്ച് തുറന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹത്തിൽ തന്നെയാണ് വന്നത്. പക്ഷെ വന്നപ്പോ അതിനും അപ്പുറം മനീഷ ഒരുപാട് സ്നേഹം എനിക്ക് ഇങ്ങോട്ട് തന്നു. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഹാപ്പി ആയി. പിന്നെ ഞാൻ എന്റെ എവിക്ഷന് ശേഷം ഉണ്ടായ കുറെ വിഷയങ്ങൾ അറിയാമല്ലോ. അപ്പൊ അതിനൊക്കെ ഒരു ക്ലാരിറ്റി വരുത്തണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അതിനൊക്കെ വളരെ സന്തോഷമായിട്ട് എന്നെ ക്ലാരിറ്റി വരുത്തുന്ന 2ാമത്തെ എൻട്രിക്ക് ശേഷം ഇപ്പൊ പുറത്തോട്ട് വന്നിരിക്കുന്നു. അതെ, തീർച്ചയായും. ഇനി ആർക്കാ ഉണ്ടോ? No regrets. No regrets, no. എനിക്ക് നോ റിഗ്രറ്റ്സ്. പിന്നെ ഇവിടെ ഞാൻ നോക്കിയിട്ട് കുറെ പേര് നല്ല കണക്ഷൻസ് ഒക്കെ ബിൽഡ് ചെയ്തു. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ അത്രയും വലിയ കണക്ഷൻ ഇവിടെ ബിൽഡ് ചെയ്തില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയും, കണക്ഷൻ ബിൽഡ് ആയിട്ടുണ്ട്. പുറത്താണ് ഞാൻ ആ കണക്ഷൻ പ്രോപ്പർ ആയിട്ട് കാണിക്കാൻ പോകുന്നത്. അല്ല, സാവുമേന് റിഗ്രറ്റ് ഉണ്ട്. ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. ഇല്ല, എനിക്ക് റിഗ്രറ്റ് ഇല്ല, സാവുമേന് റിഗ്രറ്റ് ഉണ്ട്. മറ്റേ ഓരോരുത്തരെ ലൈക്ക് എല്ലാരും കൂടിയുള്ള ഹൗസ്മേറ്റ്സിന്റെ വീഡിയോ കാണിക്കുന്ന സമയത്ത് ഇപ്പൊ കരിയുന്ന വീഡിയോ കാണിക്കുമ്പോ സാവുമേൻ പറയും, ഷേ എന്നെ കണ്ടില്ല, കുറച്ച് കരിയായിരുന്നു. ഇപ്പൊ ഫ്രണ്ട്ഷിപ്പിന്റെ വീഡിയോ കാണിക്കുമ്പോ സാവുമേൻ പറയും, ഷേ കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി. അപ്പൊ ആ കാര്യത്തിൽ നല്ല റിഗ്രറ്റ് ഉണ്ട്. ഒരു ലവ് ട്രാക്ക് പിടിക്കുന്നു, കുറച്ച് മാസ് കാണിക്കുന്നു, എല്ലാത്തിനും സാവുമേൻ. അങ്ങനെ ലവ് ട്രാക്ക് പിടിച്ചിരുന്നെങ്കിൽ ആരായിരുന്നു അത് ചോദിക്കട്ടെ. പിടിച്ചിരുന്നെങ്കിലോ? ഇത്രയും കോൺട്രോവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻസ്. എന്തായാലും ആദ്യം ഞാൻ റെഡയുടെ കാര്യം പറയാം. ആദ്യം എന്ന് പറഞ്ഞാൽ അല്ല, ലവ് ട്രാക്ക് ആരാന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു ലവ് ട്രാക്ക് ശൈത്യമായിട്ട് പിടിക്കായിരുന്നു. അല്ല, ആക്ച്വലി റീ എൻട്രിയിൽ കയറിയപ്പം ഞാൻ എവിക്റ്റ് ആവുന്നതിനും ആക്ച്വലി ഞാൻ എഴുത്തല്ല ട്രിവാൻഡ്രം വരെ ഇനി പുറത്തൊന്നും ആവാലോ ലവ് ട്രാക്ക്. ആക്ച്വലി ഞാൻ എവിക്റ്റ് ആവുന്ന ആ ഒരു ടൈമിലാണ് ഞങ്ങൾ തമ്മിലൊന്ന് വൈബ് സെറ്റ് ആയത്. ലൈക്ക് അവന്റെ ആ ഒരു പോസിറ്റിവിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് കുറച്ച് എനർജി കയറുന്ന പോലെ ഫീൽ ചെയ്തു. പക്ഷെ അന്ന് ഞാൻ എവിക്റ്റ് ആയി. അപ്പൊ റീ എൻട്രി ആയപ്പോഴാണ് നമ്മള് സാബുനെ കണ്ടില്ല എന്ന് പറഞ്ഞത്. എവിടെയായിരുന്നു? അപ്പൊ റീ എൻട്രി ആയി കഴിഞ്ഞപ്പോഴേക്കും ഇവൻ ലാസ്റ്റ് ആണ് വന്നപ്പോ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇവനുമായിട്ട് വീണ്ടും ഒന്ന് മിങ്കിൾ ആവണം, ആ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇന്ന പ്രോസസ്സിലാണ്. പ്രപ്പോസ് ചെയ്യണോ? അയ്യോ അഞ്ജന, ഇത് എന്തോ എല്ലാത്തിനും അതിന്റേതായ സമയമില്ലേ? പരിപാടിയുടെ പേര് മാറ്റി ലൈൻ കെട്ടുന്നതൊക്കെ മാറിയോ? അല്ല, ഒരാൾ എന്റെ അടുത്ത് ഇരുന്നിട്ട് പറയാണ് ആ പ്രോസസ്സിലാണ്. ലുക്ക് അറ്റ് ഹർ, ഷീസ് ബ്ലഷിംഗ്. ഇന്ന് ചൈത്ര ബർത്ത്ഡേ ആണ്. ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാ. പുറത്ത് സാവുമാന്റെ കുറെ ഗേൾ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്തിരിക്കുക. ഗേൾ ഫാൻസ് ഇല്ല, അത് ഞാൻ ചോദിച്ചു. എക്സിസ്റ്റിംഗ് ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. ഇവിടുന്ന് നമ്മൾ പുറത്ത് വിട്ടിട്ടുമില്ല. ഇവിടെ തന്നെയാ, ചെന്നൈയിൽ നിന്ന് പോയിട്ടില്ല. ഇവരെന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നത്. എന്റെ സമയം എടുത്ത് ശൈത്യ നമുക്ക് സംസാരിക്കാം. ഓക്കെ, കിടന്നു. അല്ലല്ല, ഒരു വാക്കിൽ എന്താ ഇതിന് ഉത്തരം പറയാനുള്ള? എന്തിന്റെയാണ്? ഇപ്പൊ അതും കേട്ടില്ല. ശൈത്യനെ കുറിച്ചുള്ള ചേട്ടാ പറഞ്ഞോ, എന്താ പറയാനുള്ളത്? അയ്യോ അഞ്ജന, 2-3 ദിവസമായിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമല്ലല്ലോ. അപ്പൊ ഞാൻ എന്തെങ്കിലും അഞ്ജനേനായിരിക്കും ആദ്യം അറിയാം. എന്നിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു ഇന്റർവ്യൂ വേണം. അപ്പോഴല്ലേ ശൈത്യ? അങ്ങനെയല്ല, ഇപ്പൊ ശൈത്യ പറഞ്ഞ എന്താ, തിരിച്ചു കയറിയപ്പം ആദ്യം നിങ്ങൾ വൈബ് സെറ്റായി വരുമ്പോഴത്തേക്കും ശൈത്യ ഇറങ്ങി. ഇപ്പൊ തിരിച്ച് സാബു കയറി കഴിഞ്ഞപ്പോഴത്തേക്കും വൈബ് സെറ്റായി.
പേളിഷ് എന്നൊക്കെ പറഞ്ഞ ഷൈമാൻ. അതെ അതെ. അല്ല ഒരു ഡൗട്ട് പിടിച്ചെങ്കിൽ നിങ്ങളെല്ലാം ഭയങ്കര സിനിമ കയറിയത് പോലെ എനിക്കും ഒരു ഭാഗം വേണമായിരുന്നു. ശൈത്യ, നീ എന്തിനാ ഇത്ര പെട്ടെന്ന് പോയി കളഞ്ഞത്? ഓൾറെഡി ഇവര് രണ്ടുപേരും ഓൾറെഡി ഇവര് രണ്ടുപേരും പറയുന്നുണ്ടായിരുന്നു, രണ്ടുപേരും വ്ളോഗേഴ്സ് ആണ്, രണ്ടുപേർക്കും സെറ്റ് ആവും എന്നൊക്കെ ഓൾറെഡി ഞങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശൈത്യ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ശൈത്യ ഒരുമിച്ച് വീഡിയോ ചെയ്യുന്നതിനെ പറ്റി വരെ സ്വപ്നം ഒരുമിച്ച് വീഡിയോ മാത്രമല്ല, കുറെ ട്രാവൽ ചെയ്യാനൊക്കെ ട്രാവൽ ഞാൻ പിടിച്ചിരിക്കുന്നു. അതെ അതെ. FC ഇല്ലാതെ ഒരു പരിപാടി ഇല്ല. അല്ല ഞങ്ങൾ രണ്ടുപേരും മാത്രല്ല, ലൈക്ക് കുറച്ച് പേര് കൂടിയിട്ട് ട്രാവൽ ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, വാട്ട് ഇഫ് ഇപ്പൊ ഈ പറഞ്ഞ വൈബും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും സാബുമാന്റെ സ്റ്റൈൽ ഓഫ് പ്രപ്പോസിങ്? എങ്ങനെയായിരിക്കും പ്രൊപ്പോസലോ? ഞാൻ ശൈത്യനെ നമുക്ക് ഒരു ബാലിയിലോ എല്ലാം കൊണ്ടുപോയി മനസ്സിലായില്ല, അവിടെ വെച്ച് ഞാനൊരു പ്രൊപ്പോസൽ നടത്തുമായിരിക്കും. അവിടെ വെച്ച് അയ്യോ അത്രയൊന്നും ഞാൻ കാട് കയറി ആലോചിച്ചില്ല. കേൾക്കാലോ നമ്മള് സ്പോണ്ടേനിയസ്ലി യു ഷുഡ്. ഇതിപ്പോ ഒരു ടാസ്ക് ആയിട്ട് തന്നിരുന്നെങ്കിൽ എങ്ങനെ ചെയ്യുമായിരുന്നു? ഇതാണ് ഞാൻ ടാസ്കിൽ വളരെ മോശമാണ്. അഞ്ജന ഇങ്ങനെ ഇരിക്കും. അച്ഛൻ എനിക്ക് പേടിയാവുന്നത് എന്തോ അത്. സിനിമ നടനാണെന്നല്ല പറഞ്ഞത്. Now this is a scene. Do it, no? ഇനി ഞാൻ ഇങ്ങനെയാണ് ഇനി നടന്ന അങ്ങോട്ട് ഒന്നും വേണ്ട, അവിടെ ഇരുന്ന് പ്രപ്പോസ് ചെയ്താൽ മതി. അവൻ ആക്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ശൈത്യ, would you like to go on a date with me എന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു. അല്ല നിനക്ക് പിന്നെന്തോ കല്യാണം കഴിക്കണമെന്ന് ചോദിക്കാനാണ്? മോശം 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 വളരെ മോശം. ഇമോഷൻ. അയ്യോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് 3.5 കോടി ജനങ്ങൾ കാണുന്ന ഒരു സംഭവം. ശൈത്യ നമുക്ക് പതുക്കെ അങ്ങനെ ചോദിച്ചാ ഒന്നും പറയണ്ടായിരുന്നല്ലോ ഇവിടെ. എന്താണ് എങ്ങനെ എന്നെ നോക്കിട്ടല്ല, അവിടെ അവിടെ നാണിച്ചൊരു കുട്ടി ഇരിക്കുന്നുണ്ടല്ലേ. പോട്ടെ. ശൈത്യ ഇതിപ്പോ ശൈത്യ വുഡ് യു ലൈക്ക് ടു ഗോ ഓൺ എ ഡേറ്റ് വിത്ത് മീ? അതിനിപ്പോ ഞാനിത് എന്ത് വേണം? അല്ല അഞ്ജന, ആക്ച്വലി ഇത് നേരെ തിരിച്ചു. അതാണ് കുറച്ചുകൂടെ. ഇത് കൊണ്ട് ഒരൊറ്റ ഡയറക്ടർ വിളിക്കില്ല. ഇത് ടാസ്ക് മാത്രമായിരിക്കുമല്ലോ അല്ലേ? ശൈത്യ എന്ത് ചെയ്യുന്നു നോക്കട്ടെ. നാളല്ല പെട്ടെന്ന് പറയുമ്പം അല്ലേ അല്ലേ എന്താ ഇതാണ് നമ്മള് എനിക്ക് നമ്മള് വൈബ് കണക്ട് ആവാം കേട്ടോ. നീ എന്നെ പോലെ ഇവര് പറയാതെ പറഞ്ഞു. ശൈത്യ പറയട്ടെ, ഉത്തരം പറഞ്ഞാ മതി. ശൈത്യ ആകാശം എന്ന് വിളിക്കല്ലേ, ഞാൻ ഏത് ഓഫീസിൽ ഇരിക്കുന്നെന്ന് എനിക്ക് സബുമാൻ എന്തോ ഞങ്ങൾ പോടെ ഇത് കണ്ടിട്ട് പോയാ മതി. സബുമാൻ, നിനക്കെന്നെ ഇഷ്ടാണെങ്കിൽ എങ്ങനെയോ പറയട്ടെ. ഫ്ലോ കളയല്ലേ. നിനക്കെന്നെ ഇഷ്ടാണെങ്കിൽ ഞാൻ നിന്റെ ലൈഫിലേക്ക് വരട്ടെ. കേറി വാ ശൈത്യ. അങ്ങനെ അവൻ അവസാനം മുണ്ടി. അവസാനം മുണ്ടി. അല്ല ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ഇവൻ ഇനി ശരിക്കും ഇഷ്ടമാണോ. കാര്യം ഫുഡിന്റെ കാര്യമൊക്കെ എന്നോട് നിനക്കെല്ലാം ഉണ്ടാക്കാൻ അറിയാവോ? ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയാവോ? നോൺ വെജ് ഒക്കെ ഉണ്ടാക്കാൻ അറിയാവോ? പനീർ അറിയാവോ? നമ്മൾ ഒരുമിച്ച് കുക്ക് ചെയ്ത് പഠിക്കാനാണ്. മനസ്സിലായില്ലേ? ഇതിനിടയില് പുട്ടൊക്കെ കച്ചവടം ചെയ്ത് കേട്ടോ. അല്ല നമ്മൾ ആളെ അറിയണ്ടേ, അതല്ലേ ഞാൻ പറഞ്ഞ. വേറെ എവിടെയൊക്കെ പുട്ട് ഇറക്കി? വേറെ എവിടെയോ? ഞാൻ ശൈത്യയോട് മാത്രം. ആലോചിച്ചോക്കെ വേറെ ആരെങ്കിലും പുട്ട് നിങ്ങളെല്ലാം ഒന്ന് പറഞ്ഞേ ആരോടെങ്കിലും. ഞാൻ കണ്ടത് വെച്ച് ശൈത്യ മാത്രമേ ഉള്ളൂ. ഞാൻ എന്റെ അടുത്ത് പുട്ടുണ്ടാക്കാൻ അറിയാമെന്ന് ചോദിച്ചത് ശൈത്യയോട് മാത്രമേ ഉള്ളൂ. പക്ഷേ ബിരിയാണി ഉണ്ടാക്കാൻ ഒരു ലൈൻ കട്ടിലാണോ എന്തോ ഒരു ക്രഷോ
ക്യൂട്ടോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ആണോ അഞ്ജന? ഞാൻ അങ്ങനെ നൂറയുടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നൂറയുടെ അടുത്ത് ആ നൂറ കൊറേ സ്ഥലത്ത് ഇറക്കിയിട്ടുണ്ട്, പുട്ട് ബിരിയാണി മറ്റേ പത്തിരി എന്നൊക്കെ. ഞാൻ എന്റെ പ്രപ്പോസൽ എല്ലാം മായിച്ചേക്കും. നിങ്ങൾ തന്നെ എനിക്ക് കൊളവാക്കി തന്നല്ലോ ഇപ്പൊ. ഞാനല്ല. അല്ല ഞാൻ ആഗ്രഹമുണ്ട്. ഉറപ്പിച്ചൂന്നേ ഉള്ളൂ. അതെ, ക്യൂട്ടോന്നേ പറഞ്ഞുള്ളൂ. Rush എന്തോ ആവാൻ. അല്ല നമുക്ക് വിട്ടേക്കാം. കാരണം എന്താ വെച്ചാൽ കുറച്ച് ദിവസം വരുന്ന ദിവസങ്ങളിൽ അവർ ഇന്ററാക്ട് ചെയ്ത് അവര് സംസാരിച്ച് നമ്മളെ അവർ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കയറി ചെന്നാലും ബാക്കിയാ പോരെ അല്ലേ? ഓ നിങ്ങൾ അതൊക്കെ സീരിയസ് ആക്കി എടുത്തു. വിളിക്കുന്നതായിരിക്കും. അതെ 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 നമ്മള് സീരിയസ് ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും ആദ്യത്തെ ആഴ്ച മുതൽ 100 ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. സോ വി ഹാഡ് ഫൺ, ഹോപ്പ് യു ഗൈസ് ഹാഡ് ഫൺ ടു അല്ലെ? ഇനിയും അപ്പം ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, മുന്നോട്ട് പോവാണ്. ബിഗ് ബോസിൽ വന്നിട്ട് ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ട് ബിഗ് ബോസിൽ വന്ന ആൾക്കാരാണ്. അപ്പൊ ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? എനിക്ക് സിനിമ നടനാവണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ ഓൾറെഡി അഞ്ജനയോട് പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോ എന്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടി. അപ്പം ഇനി കുറെ ട്രാവൽ ഫുഡ് കോണ്ടന്റ് ഒക്കെ കൂട്ടി യൂട്യൂബിൽ കയറണം, പിന്നെ പരസ്യം ചെയ്യണം, ഫിറ്റ്നസ് നോക്കണം, പിന്നെ എന്തുവാണ് അതെല്ലാം തന്നെ മ്യൂസിക് വീഡിയോസ് അങ്ങനെ എന്ന് പറഞ്ഞാൽ ആക്ടിങ്ങിൽ ഫോക്കസ് ചെയ്യണം. ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഏതൊരു ഇന്റർവ്യൂവിൽ അഞ്ജന പറഞ്ഞ പോലെ തന്നെ ആര്യൻ ഇസ് സമൺ ഹു ലിവ്സ് ഇൻ ദ പ്രസന്റ് ആൻഡ് നോട്ട് ഇൻ ദ ഫ്യൂച്ചർ ഓർ ദ പാസ്റ്റ്. അങ്ങനെ തന്നെ ഐ തിങ്ക് ഇപ്പോൾ ഞാൻ ഐ വിൽ ജസ്റ്റ് ബി നോയിങ് ഓർ ഐ വിൽ ബി ജസ്റ്റ് ഡൂയിങ് വാട്ട് ഐ എം ഗെറ്റിംഗ് റൈറ്റ് നൗ ഫോർ ദ നെക്സ്റ്റ് ഐ തിങ്ക് 6 months. ഐ വിൽ ബി വെരി അക്സെപ്റ്റ്ഫുൾ ഫോർ ഓൾ ദി ഓപ്പർച്യൂണിറ്റീസ് ഐ ഗോട്ട് ബിക്കോസ് ഓഫ് ബിഗ് ബോസ് ആൻഡ് ഐ വിൽ അക്സെപ്റ്റ് വിത്ത് ബോത്ത് ഹാൻഡ്സ്. അതല്ലാതെ ഞാൻ ഫ്യൂച്ചർ നോക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വാണ്ട് ടു ബിക്കം an actor and a very passionate one. So I'll do movies, maybe work with big directors and go with the flow there. ജിസേൽ, I don't know. I'm going with the flow. ഹാവ് യു ഹേർഡ് മറുനാടൻ മലയാളി ആണ് ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? പച്ച മലയാളി മറുനാടൻ മലയാളി എന്താണ്? പച്ചല മഞ്ഞ. അതായത് വേറെ നാട്ടില് താമസിക്കുന്ന മലയാളി. NRI. അപ്പം യു ആർ എ മറുനാടൻ മലയാളി. നൗ യു ആർ എ മലയാളി. യു സ്പീക്ക് മലയാളം. ഞങ്ങളൊക്കെ പറയുന്നേക്കാളും കൂടുതൽ ജിസേൽ മലയാളം പറയണ്ട് ഇപ്പൊ. എന്തായിരുന്നു? പെണ്ണുപിള്ള. അത് ചേരരുത്. പെണ്ണുപിള്ള. അതാ എല്ലാ പെണ്ണുപിള്ളമാർക്കും ലൈക്സ് യു. I like when I go to Kerala, I enjoy that. Interacting with people and I feel more relatable. അടിപൊളി. അങ്ങനെയാണ്. പക്ഷെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് വെച്ചാൽ I'm doing my business and I mean whatever comes my way I'll do it. It's like that. Yeah. സൂപ്പർ. Yeah. ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുമ്പം ഈ കോണ്ടന്റ് ക്രിയേഷൻ്റെ തന്നെ നെക്സ്റ്റ് ലെവൽ നോക്കും. പിന്നെ ഞാനിപ്പോ കറന്റ്ലി എന്റെ റൂം എക്സ്റ്റെൻഡ് ചെയ്തോണ്ടൊക്കെയാണ്. സോ അതും ഒരു ലൈക്ക് ചെറിയ റൂമായിരുന്നു, അത് വലുതാക്കുന്നത്. യാ, പിന്നെന്താ അങ്ങനെ. പിന്നെ കുറെ ട്രാവൽ ചെയ്യണം വിത്ത് മൈ മോം, വിത്ത് മൈ ബോയ് ഫ്രണ്ട്, വിത്ത് മൈ ഫാമിലി, വിത്ത് മൈ ഫ്രണ്ട്സ്. അത്ര തന്നെ. ആൻഡ് ജസ്റ്റ് ഗോയിങ് വിത്ത് ദ ഫ്ലോ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഞാൻ ഇവിടെ വന്നപ്പോഴേ ആദ്യം മുതലേ പറയുന്ന കാര്യം, സീരിയൽ നിർത്തിയിട്ട് മൂവിയിലേക്കുള്ള ഒരു കാര്യം ഡ്രീം ചെയ്തിട്ട് മാത്രമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നത്. അപ്പം കുറച്ചുകൂടെ എന്താ പറയുക, ഒരു ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ചെയ്ത് കിട്ടുവാണെങ്കിൽ തന്നെ, ഓപ്പർച്യൂണിറ്റീസ് വരികയാണെങ്കിൽ തന്നെ അവരുമായിട്ട് കണക്ട് ആവാൻ ഒരു ഈസി വേ ആയിരിക്കും. നമ്മളെ അറിയാം കുറച്ചുകൂടെ രജിസ്റ്റർ ആയിട്ട് എന്റെ പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഹായ് കൊടുക്കുമ്പം ഓക്കെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ടാഗോടുകൂടി നമുക്ക് പറയുമ്പം അതൊരു അക്സെപ്റ്റൻസ് കൂടും എന്നുള്ളതാണ്. പിന്നെ അത് ഓപ്പർച്യൂണിറ്റി വരണം, നല്ലവണ്ണം വരണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെത് ആക്ച്വലി ഫിലിമാണ്. ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. മേജർ രവി സാറിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള ശ്യാംലാൽ സാറിൻ്റെ മൾട്ടി സ്റ്റാർ മൂവിയിലേക്ക് കിട്ടിയിട്ടുണ്ട്. സോ അത് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ബാക്കി കാര്യങ്ങൾ അഡ്വക്കേറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. ഞാൻ തിരിച്ചു പോയിട്ട് എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി. പിന്നെ കുറച്ച് എന്താ പറയാ, ഒരു പണ്ട് തൊട്ടുള്ള ഡ്രീംസ് ഉണ്ട്. ബിഗ് ബോസ് ആ ഒരു പ്ലാറ്റ്ഫോമാണ്. ഗ്രേറ്റ്ഫുൾ ടു ബിഗ് ബോസ്. ഈ പറഞ്ഞ പോലെ ഈ മുഖം, ഈ പേര് ഒക്കെ സുപരിചിതമായതുകൊണ്ട് ഇനി TV സ്ക്രീനിൽ വരാം, മൂവിയിൽ വരാം, അങ്ങനെ പല സ്ഥലത്തും ഉപയോഗിക്കാം. അപ്പൊ ഈ പറഞ്ഞ പോലെ കുറെ ഡോക്യുമെന്ററീസ് ഒക്കെ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് പണ്ടൊക്കെ ആൾക്കാരുടെ അടുത്ത് കുറെ ചോദിച്ചു പോയിട്ടുണ്ട്. ഇപ്പോ പേരറിയാവുന്ന കാരണം അവിടെയൊക്കെ വീണ്ടും പോവാം. ആൾക്കാർ ആക്സെപ്റ്റൻസ് കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. താങ്ക്സ് ടു ഏഷ്യാനെറ്റ്, ജിയോ, ഹോട്ട്സ്റ്റാർ, എൻ്റെ മോൾ, all everybody at Big Boss Malayalam season 7. So അതൊക്കെ തന്നെ I hope ഇനി there's a lot more acceptance. അപ്പൊ അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ, ഞാനിപ്പോ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു റെസ്പോൺസ് കിട്ടുന്നുണ്ട് ഓൾറെഡി. അത് ഓഫ് കോഴ്സ് നമ്മൾ ബിഗ് ബോസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ. അപ്പൊ അത് തന്നെ ബിഗ് സ്ക്രീനിലും പ്രതീക്ഷിക്കാം. അത് തന്നെ. താങ്ക്സ്.
ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ്, അതുപോലെ ലാർജ് സ്കെയിൽ. അതെ. പിന്നെ എൻ്റെ ഈ പറഞ്ഞ ആക്ടിങ് ഏഷ്യാനെറ്റിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്നു പ്രൊജക്റ്റുകൾ. ഇനി അത് വരുന്നതിനനുസരിച്ച് നല്ല പ്രൊജക്റ്റുകൾ കമ്മിറ്റ് ചെയ്യണം. ആക്ടിങ് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കണം. വ്ളോഗിങ്, ഇതെല്ലാം തന്നെ. അതെ. റിവീൽ ചെയ്തിട്ടില്ല എങ്ങും ആക്ച്വലി. നമ്മൾ ചെയ്തില്ലേ, ഇനി എവിടെയാ റിവീൽ ചെയ്യാ? ഓക്കെ, ഇതൊക്കെ തന്നെയാണ് അപ്പോൾ മുന്നോട്ട് ഉള്ളത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് തന്നത്, ജിയോ ഹോട്ട്സ്റ്റാർ, എൻ്റെ മത്സരമെല്ലാം തന്നത്. കിട്ടാവുന്നതിൽ വെച്ച് തന്നെ ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തി ഇനിയും ഈ പറയുന്ന പോലെ ആക്ടിങ്, വ്ളോഗിങ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകും. അത്ര തന്നെ. ആക്ടിങ് തന്നെയാണ്. അതെ. ഇപ്പം ഒരുപക്ഷെ സിനിമയിൽ ഉള്ള നമുക്ക് കിട്ടിയ ഒരു പ്രേക്ഷകരെ കാട്ടി കുറച്ചധികം ആൾക്കാരിലേക്ക് ഇപ്പം എത്തി നിൽക്കുകയാണ് ഇപ്പൊ. അപ്പൊ അവരെല്ലാരെയും വരുന്ന സിനിമകളിൽ എന്റെ പ്രേക്ഷകരായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ ഞാൻ ഈ പ്രോഗ്രാമിന്, ഈ ഷോയിൽ വന്നതിന് ഞാൻ ഭയങ്കര സക്സസ് ആയിരിക്കും. അടിപൊളി. അത് നമുക്കും അഭിമാനം. അതെ, തീർച്ചയായിട്ടും. പിന്നെ ഇപ്പം പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും മുമ്പെല്ലാം ഒരു അപ്പാനി ശരത്ത് അല്ലെങ്കിൽ അപ്പാനി രവി എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെയാണ് ആൾക്കാർ എന്നെ കണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അതല്ല, അവരുടെ ഇടയിലുള്ള ഒരാളായിട്ട് എന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതെ അതെ. അപ്പൊ അത് തന്നെയാണ് വലിയ സന്തോഷം. ഇപ്പം എന്റെ സിനിമകളെല്ലാം എപ്പോഴും ചെറുപ്പക്കാർക്കായിരുന്നു കൂടുതൽ ഇടയിലായിരുന്നു നിന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഈ അഭിലാഷൊക്കെ പറയുന്ന പോലെ അമ്മമാർക്കും കൊച്ചുമക്കൾക്കൊക്കെ നമ്മൾ വളരെയധികം ഇഷ്ടമാണ്. അപ്പൊ അവരെല്ലാരും എന്റെ പുതിയ സിനിമകൾ ഇറങ്ങുമ്പോൾ പ്രേക്ഷകരായിട്ട് തിയേറ്ററിൽ ഉണ്ടെങ്കിൽ ഞാൻ വലിയ ഹാപ്പിയാണ്. അത് തന്നെയാണ് എന്റെ ഈ ഷോയിലേക്ക് വരാനുണ്ടായ എന്റെ ഏറ്റവും വലിയൊരു ഉദ്ദേശവും അത് തന്നെയാണ്. ഓക്കെ. അപ്പം വീട്ടിൽ നിന്ന് വളരെ സക്സസ്ഫുൾ ആയി പുറത്തിറങ്ങി. എന്തെങ്കിലും സാധനം അവിടുന്ന് മോഷ്ടിച്ചതോ തിരിച്ചു കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തോ മോഷ്ടിച്ചു എന്നൊക്കെ കേട്ടു. എന്ത് മോഷ്ടിച്ചു? വീട്ടിൽ നിന്ന് എന്തെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും അല്ലേ? നോ കമന്റ്സ്. ഇല്ല, എന്തോ മോഷ്ടിച്ചു. നോ കമന്റ്സ്. ഇനി ഞങ്ങള് സാധനം എന്താന്ന് അങ്ങോട്ട് ചോദിക്കും. നോ കമന്റ്സ്. നോ കമന്റ്സ്. ബീപ്പടിക്കാതെ സൂക്ഷിക്കുക. ഉറപ്പാണോ? അപ്പൊ ഞാൻ ചോദിക്കണം, അപ്പൊ പ്ലാച്ചി എവിടെ പോയി? പേഴ്സണൽ ടോക്ക് അല്ലേ? അത് പേഴ്സണൽ ആണോ? അത് ബിഫോർ ഇന്റർവ്യൂ പേഴ്സണൽ ടോക്ക്. ഹൗസിൽ നിന്ന് ഒരാളുടെ പ്ലാച്ചീനെ എടുത്തോണ്ട് വന്നിട്ട് അത് പേഴ്സണൽ ടോക്ക് അല്ല. ഒരു ഐ തിങ്ക് അനുമോൾ എന്റെ ഒരു ഫ്രണ്ട് ആണ്. ആൻഡ് ഐ തിങ്ക് ഐ ലൈക്ക് ഇറിറ്റേറ്റിംഗ് സംടൈംസ്. അപ്പൊ ഒരു ടോം ആൻഡ് ജെറി റിലേഷനിൽ ടോം ഒരു ജെറിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാച്ചി എടുത്തു. ആൻഡ് ഐ ഗിവ് ഇറ്റ് ബാക്ക് ടു ഹർ ഇൻ ദ ഫിനാലെ. She'll be very sad, no? She'll be sad, but I like making her sad. Okay, yeah, I like making her sad. It's a cute relationship between like two friends. So ഞാൻ ഈ പറഞ്ഞ പോലെ പ്ലാച്ചി എടുത്തിട്ടുണ്ട് ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി. മറ്റന്നാളെ ഫിനാലേക്ക് വരും. പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കട്ടെ, will she be upset about it? She will crib about it and she will be upset, but she won't be sad. That's the perfect, because she knows that she'll get it back and she knows that നമ്മൾ ഇവിടുന്ന് അറിയണം. അത് ആഗ്രഹമുണ്ട്, കുഴപ്പമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ പ്ലാച്ചി എടുത്താലും എനിക്കറിയാം അനുമോളെ എവിടെയോ കുട്ടിത്തരം ഉണ്ടെങ്കിലും ഷീ ഒഫൻഡ് ആവില്ല. And I'll give it back to her in the finale. Super. So yeah. So guys, താങ്ക് യു വെരി മച്ച്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് വാസ്, എന്താ പറയാ, ഒരു പ്രാവശ്യം നമ്മളെല്ലാവരും ഒന്ന് കണ്ടതാണ് ഒറ്റയ്ക്ക്. ഇപ്പൊ നമ്മളെല്ലാരും കൂടെ കണ്ടു. സോ നൈസ് ടു ഹാവ് യു ഓൾ ഹിയർ. തീർന്നിട്ടില്ല. പോകുന്നതിന് മുമ്പ് ഐ ഹാവ് സംതിങ് ടു ഗിവ് യു ഓൾ. കുറച്ചു പേർക്ക് ഞാൻ ഇവിടെ കൊടുത്തു, ബാക്കിയുള്ളവർക്ക് ഐ വിൽ ബി ഗിവിംഗ് യു റൈറ്റ് അവേ. Lovely. We can't wait.